ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. ഹണി റോസിനെ ഈ പ്രായമാതിരി ഞാൻ കംപ്ലൈൻറ്റ് ഇവിടെ വെക്കാം. ഈ പ്രായമാതിരി ഒരു പ്രോഗ്രാമിനെ വിളിക്കുകയും വിളിച്ചതിന് ശേഷം അവിടെ വെച്ച് ഇത് കണക്ക് മോശമായിട്ട് സംസാരിച്ചു. ആരാണെന്ന് എല്ലാവർക്കും അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ബോച്ചെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് ചില തംബ്നെയിലും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇവരെ ഈ പറയുന്ന സെക്ഷലായിട്ട് അഫ്യൂസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ബോച്ചെ ഇത് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബോച്ചയുടെ അടുത്ത് പോകുന്ന നാണവമാനമുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതിപ്പം നമ്മൾ മഡോണ പോയത്, അത് കണക്ക് തന്നെ ശ്വേതാമേനും പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ബോച്ചെ ഇങ്ങനെ ഒരാളാണ്, ഈ ഡബിൾ മീനിങ്ങിൽ ഇയാൾക്ക് ഇതിനു വേണ്ടിയാണ് പെണ്ണുങ്ങൾ എന്ന് കരുതുന്ന ഒരു തരം ആളാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഞരമ്പനെ പറ്റി. ഇതൊരു സാമൂഹിക ദ്രോഹി തന്നെയാണ്. കുറച്ചു പേർക്ക് ഉപകാരം ചെയ്യുന്നു എന്ന് വെച്ച് ഇത്തരം വൾഗാരിറ്റി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ വിഷയത്തിൽ ഹണി റോസിനെ ഒരുപാട് പേര് ഭയങ്കര മോശമായിട്ടൊക്കെ അവരുടെ ഡ്രസ്സിങ്ങിന്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മഡോണയോട് ഇങ്ങനെ കാണിച്ചത് എന്ത് ഡ്രസ്സിങ്ങിന്റെ പുറത്താണ്? ഇത് കണക്ക് മഡോണയുടെ ഭാഗത്തുനിന്ന് അമ്മയിലും മറ്റുമൊക്കെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഭാഗത്തുനിന്ന് ഈ പഴമേരി ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറിയെന്നും അയാളുടെ പല കാര്യങ്ങളും. ബോച്ച് ഡബിൾ മീനിങ് ആണ്, അയാൾ അത് വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ആവശ്യവും നമുക്കില്ല. പക്ഷെ കുറെ പേരൊക്കെ പണം ഉണ്ടെന്നുള്ള രീതിയിൽ പോയി നിന്ന് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്തായാലും ഹണി റോസ് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുപോകാം. അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ, എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. ഞാനൊരു 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ആവാൻ കാരണം ഒരു പരിധിവരെ ഈ പ്രൈമറി സമൂഹം തന്നെയാണ്. കാര്യം ബോച്ചയ്ക്ക് ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നിരുന്ന ആങ്കർ ഇതേ കണക്കുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം ഒരു പരിധിവരെ ഇവിടുത്തെ ഞരമ്പുകളായ പ്രേക്ഷകരെ പിന്തുണയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വേല തന്നെയാണ്. ഹണി റോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹണി റോസ് എന്നല്ല, നായികമാരെല്ലാം ഈ പ്രൈമറി മുമ്പിലും പുറകിലും ഒന്ന് പൊങ്ങിന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ബോച്ച ഇങ്ങനെ നടക്കുന്നു. അപ്പം അതിന്റെ പേരിൽ ബോച്ചയ്ക്ക് എതിരെ കമന്റ് ഇടാൻ ഹണി റോസിനെതിരെ കമന്റ് ഇടാൻ വേണ്ടി ബോച്ചയുടെ കുറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുന്നു. ഭയങ്കര മോശമാണ് കാര്യം. ഒരു മുതലാളി എന്നുള്ള രീതിയിൽ അയാൾ കാണിക്കേണ്ട വൾഗാരിറ്റി ഒന്നും അല്ല കാണിക്കുന്നത്. എന്തായാലും ബോച്ചയുടെ റീസണിൽ ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പാർട്ട് നമുക്ക് കണ്ടുപോകാം. അതിനകത്ത് മൊത്തം വൾഗാരിറ്റിയാണ് ഈ പറയുന്നത്. നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല. നമ്മുടെ സ്വന്തമായ ഒരു സാധനം, പക്ഷെ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ്? എല്ലാരും ഉപയോഗിക്കും, ആണും പെണ്ണും എല്ലാരും. ആണും പെണ്ണും ഉപയോഗിക്കും എന്റെ സാധനം. ഞാൻ എന്റെ സാധനം ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. പക്ഷേ ആ സാധനത്തെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നു. സൺബേൺ മ്യൂസിക് ആൻഡ് ഡാൻസ് ന്യൂ ഇയർ പാർട്ടി ഡിസംബർ
31-ന് തൃശൂരിൽ വെച്ച് നടക്കും. ഈ പ്രോഗ്രാം തൃശൂരിലേക്ക് മാറിയതുകൊണ്ട് വയനാട്ടിലെ റിസോർട്ടുകളിലെ ബുക്കിംഗ് ക്യാൻസൽ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല റിസോർട്ട് ഉടമകളും എന്നെ വിളിച്ചിരുന്നു. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വയനാട്ടിൽ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കാതിരിക്കാൻ 2 വ്യക്തികൾ കോടതിയിൽ ഹർജി നൽകിയതുകൊണ്ടാണ് തൃശൂരിലേക്ക് ഇത് മാറിയത്. എന്നാൽ പോലും തൃശൂരിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ മുണ്ടക്കൈ ചൂരൽമല ദുരിത ബാധിതർക്ക് നൽകുന്നതായിരിക്കും. മാത്രമല്ല ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച പ്രോഗ്രാമിൽ ദുരിത ബാധിതർക്കും 400ഓളം തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഫ്രീ പാസ് നൽകാമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു. അവർക്ക് വേണ്ടി സൗജന്യമായി ഒരു പ്രോഗ്രാം വയനാട്ടിൽ സംഘടിപ്പിച്ചിരിക്കും. അതിന് എത്ര നഷ്ടം വന്നാലും ഞാൻ അങ്ങ് സഹിക്കും. പിന്നെ 15 പേർ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കും. 1000 രൂപയുടെ ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. കണ്ടല്ലോ, ഒരു പരിധി വരെ ഞരമ്പന്മാരായ ഇങ്ങനെ സേവിക്കുന്ന കുറെ ആൾക്കാരുടെ പ്രശ്നം തന്നെയാണ്. അതിന് ഇത് കണക്കുള്ള ഇന്റർവ്യൂകളും കൂടെ സഹായമായിട്ട് കൊടുക്കും. അപ്പം ബോച്ച ഇങ്ങനെ ആണല്ലോ, ഇതുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ ആവാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കയറി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുടുംബക്കാരിലായ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹണി റോസിനോട് മാത്രമല്ല ചെയ്യുന്നത്. ഹണി റോസിന്റെ ഡബിൾ മീനിങ് ഉള്ള രീതിയിൽ ഇപ്പോഴും ഹണി റോസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അയാളൊരു പ്രോഗ്രാമിന് ഇവർ പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളൂ. അത് ഇനി പല തമിഴിലും മോശമായിട്ടുള്ള രീതിയിൽ ഇതിനെ വേണം, ഇത് കൊടുക്കാനുണ്ട്. ഞാനൊരു ഉദാഹരണം ഇവിടെ ഒരെണ്ണം വെക്കാം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് ഹണി റോസിന്റെ ബോഡി പാർട്സിലേക്ക് കൈ കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരുപാട് നായികമാർ ഇയാളെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പോലീസിലൊക്കെ കംപ്ലൈന്റ് ഉള്ളതാണ് ഇയാളെ പറ്റിയുള്ള. നമ്മുടെ നമിത ബിജോ. അപ്പം ഇവരെ പറ്റി ഒരുപാട് പേര് കണ്ടന്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ വെച്ച് ഈ റീസൺലി ഇയാളെ ന്യൂ ഇയറിന്റെ പാർട്ടിയുടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താർത്ഥമെന്ന് നമിത ബിജോയെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്താർത്ഥത്തിലാ ഇത് വെക്കുന്നേന്ന്. എന്തായാലും നമുക്ക് ആദ്യം കൂടെ ഒന്ന് കാണാം എന്തായാലും സംഭവം. ന്യൂ ഇയർ എങ്ങനെയാ കളറാക്കല്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചെ 1000 ഏക്കറിലേക്ക് ഇങ്ങോട്ടങ്ങ് പോര്. പിന്നെ സോറിട്ടാ, 499 റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു. ഇനി 5000ന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടില് 1000 രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം. പക്ഷെ അതും 25-ാം തീയതി വരെ മാത്രം. അതിനുശേഷം മുതലാളിമാർക്കൊക്കെ 5000 രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം. പിന്നെ കൂടി ചർമാദിക്കാൻ 2 കുപ്പി ബോച്ചെ പാനീയം സൗജന്യം. പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരണം. സൺബേർഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില്, ന്യൂ ഇയർ പ്രോഗ്രാമില് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവമാണ്. ഇപ്പൊ അവര് കുപ്പി കൊടുക്കാന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ആ ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുന്ന രംഗമൊക്കെ കണ്ട നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് സംഭവം. അപ്പൊ ഇയാളുടെ വിചാരം പൊതുവെ, അയാള് റീൽസിലായാലും മറ്റുമൊക്കെ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നത്. ഇയാള് എല്ലാ സ്ത്രീകളോടും ഇതേ കണക്കാണ് സംസാരിക്കുന്നത്. അത് നല്ലതെന്നോ പന്നലെന്നോ അല്ലെങ്കിൽ ഇയാളെ സഹായിക്കാൻ വിളിക്കുന്ന പെൺകുട്ടികളോടൊന്നോ ഒന്നുമില്ല. എല്ലാവരോടും ഇയാൾ വൾഗാരിറ്റിയാണ് സംസാരിക്കുന്നത്. ശരിയാണ്, ഒരു പരിധി വരെയൊക്കെ ഇതൊക്കെ കേൾക്കാനൊരു ഇതുണ്ട്. ഈ ഡബിൾ മീനിങ് ഒക്കെ അതൊക്കെ സിനിമയിൽ കേൾക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. അത് പല അഫ്യൂസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊരു സെക്ഷൽ അഫ്യൂസ് തന്നെയാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവത്തില്ല. ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കര സുഖമായിരിക്കും. അല്ല അത് കേട്ടോണ്ടിരിക്കുന്നവർക്ക്, പരസ്യമായിട്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര സുഖമായിരിക്കും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആണ്. അത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഇത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചില സിറ്റുവേഷനിൽ പുരുഷന്മാരോടും ഇത്തരം ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങൾ, ഇത് മാത്രമല്ല ബോഡി ഷെയ്മിങ്, ഇതിലെല്ലാം ഒരേ പാർട്ടിൽ നമുക്ക് ഒരേ അച്ചിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. റീസെന്റ് ഈ പ്രൈമറി പലരോടും ഈ എന്താ പറയുന്നത് ശ്വേതാമേനോടൊക്കെ ഭയങ്കര മോശമായിട്ട് ഡബിൾ മീനിങ്ങിൽ ഇയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വല്ല അസുഖമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു ചികിത്സ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അതെല്ലാം നമ്മൾ അംഗീകരിക്കും. നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. പക്ഷെ ഇയാൾ ചെയ്യുന്ന മോശം പ്രവൃത്തികളെ നമ്മൾ മോശമെന്ന് തന്നെ പറയണം.
പക്ഷെ ഒരു കൂട്ടം ഞരമ്പുകൾ ഇങ്ങനെ കൂടുണ്ട്. പിന്നെ ഇയാൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ള പേരിൽ കുറെ ആൾക്കാർ ഇയാളെ പുകഴ്ത്താൻ വേണ്ടി തന്നെ നടക്കുന്നുണ്ട്. നല്ലതിനെ നല്ലതെന്ന് തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അയാളെ അനുകൂലിച്ചിട്ടുണ്ട്. അയാളുടെ ഈ ഞരമ്പ് കാര്യങ്ങളിൽ നമ്മൾ എതിർത്തിട്ടുമുണ്ട്. അത് ഇനിയും ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് തെറിയാണ് കേൾക്കുന്നത് കൂടുതലും. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അല്ലാതെ ഇതൊരു കാര്യം കൂടെ പറഞ്ഞുണ്ട്. ഹണി റോസിനെതിരെ ഇങ്ങനെ കമന്റ് നിങ്ങൾ മോശമായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഹണി റോസ് പോകുന്ന ആദ്യത്തെ ഇതൊന്നും അല്ലല്ലോ. ഡ്രസ്സിന്റെ കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്കറിയാം, റീസെന്റ് പാലക്കാട് മേഖലയിലൊക്കെ പോയിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു വല്യമ്മ, 60 വയസ്സുള്ള വല്യമ്മ ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് ഡ്രസ്സിന്റെ കുഴപ്പമാണ്. ചിന്തിച്ച് നോക്കുക, കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് പോകുക. അപ്പൊ ഡ്രസ്സിന്റെ കുഴപ്പമൊന്നുമല്ല, ഇത് ഞരമ്പാണ്, അസുഖം ഞരമ്പാണ്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാന്യമായ രീതിയിൽ മാത്രമേ രേഖപ്പെടുത്തണം. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.